നോഡിൽ നിന്ന് ഇയിലോട്ട് പോകുമ്പോഴത്തേനും എന്താ പറയുന്നത്, അതായത് ഇവിടെ തൊട്ടിട്ടുള്ള ഇതുവരെയുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്, അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എഡ്ജസ് എത്രയാണ്? 1, 2. 2 എഡ്ജസ്സാണ് ഒരു റൂട്ട് നോഡിൽ നിന്ന് ലീഫ് നോഡിലോട്ട് അല്ലെങ്കിൽ പർട്ടിക്കുലർ നോഡിലോട്ട് വന്നത്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഡെപ്ത്. ഒരു നോഡിൻ്റെ അല്ലെങ്കിൽ ഒരു ഡെപ്ത് ഓഫ് ദ നോഡ് എന്ന് പറയുന്നത് 2 ആണ്. 2 എന്ന് എങ്ങനെ കൗണ്ട് ചെയ്ത് കിട്ടിയത്? നമ്പർ ഓഫ് എഡ്ജസ്, അതായത് റൂട്ട് നോഡിൽ നിന്ന് ആ പർട്ടിക്കുലർ നോഡിലോട്ട് പോകുന്ന നമ്പർ ഓഫ് എഡ്ജസിനെയാണ് ഡെപ്ത് ഓഫ് നോഡ് എന്ന് പറയുന്നത്. ദെൻ ഹൈറ്റ് ഓഫ് എ നോഡ് എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് പാത്ത്, അതായത് നോഡ് ടു എ ലീഫ്, അതായത് ഇപ്പോൾ റൂട്ട് നോഡിൽ നിന്ന് ഒരു ലീഫിലോട്ട് വരുന്ന ലോങ്ങസ്റ്റ് പാത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹൈറ്റ് ഓഫ് എ നോഡ് എന്ന് പറയുന്നത്. ലീഫ് എന്ന് പറയുന്നത് എന്താണ്? ചൈൽഡ് ഇല്ലാത്തതിനെയാണ് ലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെയുള്ളതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് പാത്തായിട്ട് ഏതാണെന്നുള്ളതാണ് ഹൈറ്റ് ഓഫ് എ നോഡ് എന്ന് പറയുന്നത്. ദെൻ ഡിഗ്രി ഓഫ് എ നോഡ്. ഡിഗ്രി ഓഫ് എ നോഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒരു നോഡിനെ എന്താ പറയുക, എത്ര ചിൽഡ്രൻ ഉണ്ട്, അതാണ് എന്ത്, ഡിഗ്രി ഓഫ് എ നോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എയുടെ ഡിഗ്രി എന്ന് പറയുന്നത് 3 എന്നാണ്. കാരണം എന്താണ്, 3 ചൈൽഡാണ് എക്കുള്ളത്. സോ ഡിഗ്രി ഓഫ് എ എന്ന് പറയുന്നത് 3. ഇനി ഡിഗ്രി ഓഫ് ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ചൈൽഡേ ഉള്ളൂ. അതുകൊണ്ട് ഡിഗ്രി ഓഫ് ബി എന്ന് പറയുന്നത് 2. അതാണ് ഡിഗ്രി ഓഫ് എ നോഡ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഡെപ്തും അതുപോലെ ഹൈറ്റും ഡിഗ്രിയും നമ്മൾ പറഞ്ഞത് നോഡിൻ്റെ കേസിലാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ട്രീയുടെ കേസിനകത്ത്, അതായത് നോഡ് കൺസിഡർ ചെയ്യാതെ ട്രീ, അതായത് മൊത്തത്തിൽ കൺസിഡർ ചെയ്യുന്നതിലും എന്തുണ്ട്, ഡിഗ്രിയും ഹൈറ്റും ഡെപ്ത് ഉണ്ട്. മറ്റു നമ്മൾ ഓരോ നോഡിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഇതല്ല, ഇത് മൊത്തം ട്രീ എടുത്ത് നോക്കുമ്പോൾ ഡിഗ്രിയും ഹൈറ്റും ഡെപ്തും ഉണ്ട്. ഇപ്പോൾ ഡിഗ്രി ഓഫ് എ ട്രീ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് എ ഡിഗ്രി ഓഫ് എ നോഡ്, അതായത് നമ്മുടെ ആ ട്രീക്കകത്ത് വരുന്ന നോഡിനകത്ത് ഏത് നോഡിനാണോ മാക്സിമം വാല്യൂ ഉള്ള ഡിഗ്രി, അതായത് ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ എക്കകത്ത് 3 ചിൽഡ്രൻ ആണ്. അപ്പോൾ ബാക്കിയുള്ളതിനടുത്ത് നോക്കുമ്പോൾ ബിക്കകത്ത് 2ഉം ഡിക്കകത്ത് 2 ഉള്ളൂ. അപ്പോൾ മാക്സിമം ആയിട്ട് കിടക്കുന്ന ഡിഗ്രി നോഡ് ഏതാണ്? എ ആണ്. അതായത് 3 ചൈൽഡ് വരുന്നത് എക്കാണ്. സോ അതാണ് എന്ത്, മാക്സിമം വാല്യൂ ഓഫ് ഡിഗ്രി ഓഫ് എ നോഡ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഡിഗ്രി ഓഫ് എ ട്രീ. അപ്പോൾ ഡിഗ്രി ഓഫ് എ ട്രീ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം 3 എന്നാണ് വരിക. ഇനി അടുത്ത ഹൈറ്റ് ഓഫ് എ ട്രീ എന്ന് പറയുന്നത് മാക്സിമം ഡെപ്ത് ഓഫ് ദ നോഡ് ഇൻ ദ ട്രീ. ഡെപ്ത് ഓഫ് എ നോഡ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ആണ്. റൂട്ട് നോഡിൽ നിന്ന് പർട്ടിക്കുലർ നോഡിലോട്ട് വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസിനെയാണ് എന്ത്, ഡെപ്ത് ഓഫ് എ നോഡ് എന്ന് പറയുന്നത്. അതിനകത്ത് മാക്സിമം ആയിട്ട് വരുന്നത് ഏതാണോ അതാണ് എന്ത്, ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ട്രീ ശരിക്കും ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ റൂട്ടാണ്. ഒരു റൂട്ടിൻ്റെ ഹൈറ്റാണ് എന്ത്, ശരിക്കും പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് എ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പാത്ത് വരുന്നത് 1, 2 ആണ് വരുന്നത്. ഇവിടെയും 1, 2 ആണ്. ഇവിടെ 1, 1, 2. അപ്പോൾ 2 തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ്. അപ്പോൾ അതാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ദെൻ ഡെപ്ത് ഓഫ് ദ ട്രീ. ഡെപ്ത് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത് എന്താണ്, ഡെപ്ത് ഓഫ് ദ ഡീപ്പസ്റ്റ് ലീഫാണ്. ഡെപ്ത് ഓഫ് ദ ഡീപ്പസ്റ്റ് ലീഫ്, അതായത് ഡെപ്ത് ഓഫ് ദ ട്രീ ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ട്രീ തന്നെയാണ്. അപ്പോൾ ഡെപ്ത് ചോദിച്ചാലും ട്രീയുടെ ഡെപ്തും ഹൈറ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, സെയിം വാല്യൂ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡെപ്ത് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ്. ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം ഡെപ്ത് ഓഫ് ദ നോഡ്സ്. മാക്സിമം ഡെപ്ത് ഓഫ് ദ നോഡ്സ്. ഡെപ്ത് ഓഫ് ദ നോഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ഫ്രം റൂട്ട് നോഡ് ടു എ പർട്ടിക്കുലർ നോഡ്. അപ്പോൾ ഇത്രയാണ് എന്ത്, ട്രീയുടെ ടെർമിനോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ടെർമിനോളജി ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ 2 മാർക്കിനായിട്ട് ചോദിക്കും.